Hi, I'm Ranina Najib, consultant psychologist at Code. Let me tell you how Malayalis feel about eating disorder. Eating disorder എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഫുഡ് ഹാബിറ്റ് പ്രോബ്ലം അല്ല. ഇതൊരു സീരിയസ് സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. നമ്മുടെ ബോഡി, മൈൻഡ്, ഇമോഷൻ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഡിസോർഡർ. ഇത് പലപ്പോഴും വെയിറ്റ് അല്ലെങ്കിൽ അപ്പിയറൻസിനെ കുറിച്ചുള്ള കൺസേൺ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ഗ്രാജ്വലി ഇത് നമ്മുടെ സെൽഫ് വർത്ത്, ഐഡൻറ്റിറ്റി, സെൽഫ് എസ്റ്റീം ഇതുപോലെയുള്ള ഡീപ്പർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലോട്ട് മാറും. ഈറ്റിംഗ് ഡിസോർഡറിൽ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി വെയ്റ്റ്, ഷേപ്പ് ഇതിനെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആണ്. ചിലർക്ക് മിററിലോട്ട് നോക്കുമ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് കിട്ടും. മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെച്ചതുപോലെയും തിരിച്ചും ഫീൽ ചെയ്യാം ഇവിടെ. ഈവൻ നോർമൽ ഹീറ്റിംഗ് പോലും ഭയങ്കരമായി ഗിൽട്ട് ഫീൽ ചെയ്യിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇമോഷണലി നോക്കുമ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളവർ പലപ്പോഴും സ്ട്രെസ്, ആങ്സൈറ്റി, സാഡ്നെസ്, എംപ്റ്റിനെസ് ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ ഫുഡ് ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ചിലർ ഫുഡ് അമിതമായി ഉപയോഗിക്കുകയും പിന്നീട് ഗിൽറ്റ് ഫീൽ ചെയ്യും, മറ്റു ചിലർ ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. ഇതൊരു കൺട്രോൾ കിട്ടുന്ന ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പലപ്പോഴും മറ്റ് പ്രശ്നങ്ങൾക്കുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ വളരെ സിവിയറായിട്ട് ഹാം ചെയ്യും. ബിഹേവിയർ ലെവൽ ചേഞ്ചസ് വളരെ ക്ലിയർ ആയിരിക്കും ഇവിടെ. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻസീവ് ഡയറ്റിംഗ്, റിക്വയർഡ് മീൽസ് പോലും സ്കിപ്പ് ചെയ്യുക, ഓർ സീക്രറ്റ്ലി എക്സസീവായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഫോളോയിങ് എ പേർജിങ്, അതായത് ഭക്ഷണം മിതമായി കഴിച്ച ശേഷം ഫേസ്റ്റ് വോമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് ഉപയോഗിച്ച് ഭക്ഷണത്തെ പുറത്ത് കളയുക. എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുക, കാലറി കൗണ്ടിങ് ബിഹേവിയർ. ഇതൊക്കെ ഇനീഷ്യലി നമ്മൾക്കൊരു ചെറിയ ഹാബിറ്റായിട്ടാണ് തോന്നുന്നത്, പക്ഷെ പിന്നീട് അതൊരു കമ്പൽസീവ് ബിഹേവിയറായി മാറും. ഇത് കാരണം പിന്നീട് ഇവർ ഐസൊലേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഫിസിക്കൽ ചേഞ്ചസും സ്ട്രോങ് ആയി തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്ഷീണം, ഡിസീനസ്, അലാമിംഗ് വെയ്റ്റ് ഫ്ലക്ച്വേഷൻ, ഡൈജഷൻ ഇഷ്യൂസ്, ഹോർമോണൽ ഇഷ്യൂസ് ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരാം. പക്ഷേ ഇത് പലപ്പോഴും ഇഗ്നോർ ചെയ്യും, കാരണം ഇവിടെ ഫോക്കസ് മേജർലി വെയിറ്റ് അല്ലെങ്കിൽ അപ്പിയറൻസിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏർലി അവെയർനെസ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ടൈപ്പായിട്ടുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരുന്നത് ഒന്ന് എനറെക്സിയ നെർവോസ, അതായത് എക്സ്ട്രീമായിട്ട് ഫുഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. ബുലീമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് പേർജിങ്, അതായത് ഭക്ഷണം അമിതമായി കഴിച്ചതിന് ശേഷം പേർജിങ് സൈക്കിളിലോട്ട് പോവുക. ഫേസ്റ്റ് വോമിറ്റിംഗ്, ഡയറക്റ്റീവ്സ്, ലാക്സേറ്റീവ്സ് ഉപയോഗിച്ച് അതിനെ പുറത്ത് കളയുക. പിന്നീട് വരുന്നതാണ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കൺട്രോൾ ഇല്ലാതിരിക്കുക. പിന്നെ അവോയ്ഡ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ, ഫുഡ് അവോയ്ഡ് ചെയ്യുക, പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് ബോഡി ഇമേജ് കൺസേൺസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതിൽ ഓരോ ടൈപ്പിനും അണ്ടർലൈയിങ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ കോസസ് ഉണ്ട്. സോ നിങ്ങളുടെയോ നിങ്ങളുടെ കൂടെയുള്ളവരുടെയോ ഫുഡ് ബോഡി വെയ്റ്റ് ഇഷ്യൂസ് വരുന്നു, നിങ്ങളുടെ ഡെയിലി തോട്ട്സിനെ അത് ഡോമിനേറ്റ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്കൽ സിംറ്റംസ് കോൺസ്റ്റൻ്റായി വരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറാപ്പി, കൗൺസിലിംഗ് അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ സപ്പോർട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് റിക്കവറി പോസിബിളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക, ഈറ്റിംഗ് ഡിസോർഡർ ഒരാളുടെ ചോയ്സ് അല്ല, അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. സോ അവരോട് മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സേഫ് നോൺ ജഡ്ജ്മെൻ്റൽ തെറാപ്യൂട്ടിക് സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു സേഫ് തെറാപ്പി പ്ലാറ്റ്ഫോമാണ് കൂട്ട്. ഇവിടെ നിങ്ങൾക്ക് കൂട്ടിനായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റ് ഉണ്ട്. സോ ഇഫ് യു തിങ്ക് യു നീഡ് ഹെൽപ്പ്, റിമെമ്പർ കൂട്ട് ഈസ് ഹിയർ.